My dear friends, നമസ്കാർ. ജിയോ കിച്ചൻ ടൂർ വൈഫ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സസ്നേഹം സ്വാഗതം ചെയ്യാണ്, ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരു മെക്സിക്കൻ വിഭവമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് അല്പം മാറ്റിയിട്ട് ഞാൻ അല്പം നോർത്ത് ഇന്ത്യയിലേക്കൊന്ന് ചുവട് മാറ്റുകയാണ്. ഒരു ഗുജറാത്തി വിഭവമാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുക. അതിനുശേഷം മെക്സിക്കനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുജറാത്തി വിഭവം, അതിൻ്റെ പേരാണ് ഖമൻ ധോക്ല. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആവി കയറ്റിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഖമൻ ധോക്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കണ്ടേ. ആദ്യമായിട്ട് നമ്മുടെ കടലപ്പൊടിയാണ്, ബേസൻ എന്ന് പറയും ഹിന്ദിയിൽ. ബേസൻ, ബംഗാൾ ഗ്രാമിൻ്റെ പൗഡർ, കടലപ്പൊടി. ഇത് നമ്മൾ അരിപ്പയിലിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കട്ടയുണ്ടാവും. പിന്നെ അടുത്തത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. പിന്നെ ഇത് നമ്മളൊരു അരക്കപ്പ് യോഗർട്ട് തൈരാണ്, കേർഡാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളൊരു അരക്കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അവനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും, എന്നിട്ടാണ് ഉപയോഗിക്കുക. ഇത് വെജിറ്റബിൾ ഓയിലാണ്, നമ്മുടെ സൺഫ്ലവർ ഓയിൽ. കടുകുണ്ട്, കുറച്ച് തേങ്ങാപ്പീരയുണ്ട്, തേങ്ങ ചുരട്ടിയതുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഈ തൈര് കുറച്ച് വെള്ളം, ഇത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കട്ടത്തൈരാണ്. ഇത്ര തന്നെ വെള്ളം ഒഴിക്കാം. ഇതിൽ വിസ്കർ കൊണ്ട് അടിച്ച് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കട്ടയൊക്കെ ഉടയ്ക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് ഞാനൊരു കോഴ്സ് ചെയ്തതിൻ്റെയാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ കോഴ്സാണ് ഇത്. ഞാൻ വിവരങ്ങൾ പറയാം. ഇത് ഷെഫ് സഞ്ജീവ് കുമാർ അക്കാഡമിയുടെ ഒരു കോഴ്സ് ചെയ്തതാണ്. അപ്പോൾ അവർ കുറേ അധികം എനിക്ക് റെസിപ്പി തന്നിട്ടുണ്ട്. ആ റെസിപ്പിയൊക്കെ എനിക്ക് ഇവിടെ യൂട്യൂബിൽ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ കുറേ അധികം വിഭവങ്ങൾ അപ്പോൾ അതിൻ്റെ അകത്തുണ്ട്. നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് തുടങ്ങാം. നമ്മുടെ ബേസൻ, കടലമാവ് ഇതിലേക്കിടാം. ഈ കടലമാവിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം ആദ്യം. പിന്നെ ഇതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, അല്പം ചേർത്താൽ മതി, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ്. ഇതിനോടുകൂടി നമ്മുടെ ഈ തൈര് നമ്മൾ ചേർക്കുകയാണ്. ഇപ്പോൾ കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിതിൽ ചേർക്കാനുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം മാത്രമേ ഇത്
നമ്മൾ ആവി കയറ്റാൻ വെക്കാൻ പാടുള്ളൂ. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഖമൻ ധോക്ല നമ്മൾ ഈ സ്റ്റീമർ വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. ആവിയിലാണിത് വേവിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു മോൾഡ്, കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വേണേലും, സ്റ്റീൽ പാത്രം എന്ത് വേണേലും ഉപയോഗിക്കാം, നിർബന്ധമൊന്നുമില്ല ഇന്നതാകണമെന്ന്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അല്പം ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ പുരട്ടണം. ഓയിൽ നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മാവ് ഒഴിക്കാവൂ. അങ്ങനെ നമ്മുടെ മോൾഡിൽ നമ്മൾ എണ്ണ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെക്കാം. എന്നിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു കാര്യം കൂടെ ഉണ്ട്. ചിലർ ചെയ്യില്ല, പക്ഷേ ചിലർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊരു പുളിപ്പ് വരാൻ വേണ്ടി അല്പം ബേക്കിംഗ് പൗഡർ നമ്മൾ സ്റ്റീമിൽ വയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ചേർക്കാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് മുമ്പ് ചേർക്കരുത്. കാൽഷ്യം കാർബണേറ്റാണ് ഇത്. നമ്മുടെ എയർ കയറാൻ നല്ലതാണ്. ചിലരൊക്കെ ഈനോ പൗഡറും ചേർക്കാറുണ്ട്, ഇതിൻ്റെ അകത്ത് സോഡ വാട്ടറായിട്ട് ചേർക്കാറുണ്ട്. നമുക്കിത് മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. അത് മൂടി വെക്കുക. ഒരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇതിന് സെറ്റാവാൻ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ധോക്ല ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി നോക്കാം. മൂടി എടുത്തിട്ട് നമ്മുടെ കേക്ക് ചെക്ക് ചെയ്യുന്നത് സ്ക്വയർ ഇട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ക്ലീനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്നുള്ളതാണ് അർത്ഥം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വെന്തു തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പുറത്തെടുക്കാം. നമ്മുടെ ഖമൻ ധോക്ല, ഗുജറാത്തി ധോക്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കട്ട് ചെയ്യാം. നമ്മുടെ കത്തിയിൽ അല്പം എണ്ണ പുരട്ടുക, എന്നിട്ട് കട്ട് ചെയ്യുക. സ്ക്വയർ കട്ടാണ് ഇത്. നമ്മുടെ ബർഫി ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിനി നമ്മുടെ ധോക്ല ഒന്ന് ടെമ്പറിങ് ചെയ്തിട്ടുണ്ട്, കടുക് വറുത്ത് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കണം. ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, സ്പ്ലിറ്ററിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ കടുക് വറുത്ത എണ്ണയും ഇതും കൂടെ നമുക്ക് ഒഴിക്കാം. ചെറുത് പച്ചമുളകൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ കറിവേപ്പില ചേർക്കാം, പച്ചമുളക് അങ്ങനെയൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ടെമ്പറിങ് കഴിഞ്ഞു. നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഗാർണിഷിംഗ് ആയിട്ട് നമ്മൾ കോക്കനട്ട് സ്ക്രാപ്പ്, തേങ്ങ ചിരട്ടി നമ്മൾ ചേർക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇത് ഗുജറാത്തികൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, തേങ്ങയാണ് ചേർക്കുന്നത്.
ഗുജറാത്തികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ധോക്ല എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് പോപ്പുലറാണ്. ഗുജറാത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ളതും പേരുകേട്ടതുമായ ഒരു വിഭവമാണ് ഈ ധോക്ല. അപ്പോൾ ഈ ധോക്ല നിങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഗുജറാത്തി ഡിഷ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. ഗുജറാത്തി ഖമൻ ധോക്ല നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. ഇത് മധുരമൊന്നും ഇല്ല കേട്ടോ, സ്വീറ്റ് അല്ല, നമ്മൾ നമക്കീനാണ്, ഉപ്പ് ചേർന്നതാണ്. അപ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഇതിപ്പോൾ ഞാൻ ആകെ 2 കപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇത് കിട്ടും. കൂടുതൽ 4, 5, 6 കപ്പുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കട്ടിയാക്കി കിട്ടും. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചറൊക്കെ ഒന്ന് ശരിയാവുക. അപ്പോൾ ഇത് കുറച്ചായതുകൊണ്ടാണ് ഇത്ര സ്ട്രക്ചറൊന്നും ശരിയാവാത്തത്. അപ്പോൾ ഇത് ഇന്ന് ഇവിടെ കൊണ്ട് തീരുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല വിഭവമാണ്, നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നിങ്ങളേതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാൻ വിട്ടു പോകുന്നത്, നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങളിത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മളെന്നും പറയുന്നത് പോലെ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ ആകുമ്പോൾ ഓൾ വരും. ഓളും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സമയാസമയങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വിഭവങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം ഇതിന് നല്ലൊരു വിഭവം കൊണ്ട്, കോണ്ടിനെൻ്റൽ വിഭവം കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളോടുള്ള യാത്ര പറയുകയാണ്. താങ്ക് യു ഫോർ വ്യൂയിങ് മൈ കുക്കറി ചാനൽ. ജയ് ഹിന്ദ്.